ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സെക്ഷൻ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇത്രയും കാലം ട്രേഡിംഗ് ഒരു കോൺക്രീറ്റ് നോളജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഒരു ഫൗണ്ടേഷൻ ഓർ ബേസിക് നോളജ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇനി നമ്മൾ ട്രേഡിംഗിൽ തന്നെ ഒരു ആക്ച്വൽ കോൺസെപ്റ്റിലോട്ട് പോവാണ്, നെയിംഡ് ആസ് 3 ബാർ സിംഗ് ലോ ആൻഡ് 3 ബാർ സിംഗ് ഹൈ. ആൻഡ് ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ ലോ അതുപോലെ തന്നെ ലോവർ ലോ എന്ന് പറഞ്ഞൊരു ആ ഒരു ടേം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കുറച്ച് മുന്നേ നമ്മളെ ബുള്ളിഷ് സ്റ്റാൻഡും ബെയർ സ്റ്റാൻഡിൽ പറഞ്ഞ ടേംസ് ആണത്. അപ്പൊ ആ ഒരു ടേംസ് നിങ്ങൾക്ക് ഇവിടുത്തെ നമ്മൾ ആ ഒരു 3 ബാർ സ്വിംഗ് ഹൈ ആൻഡ് 3 ബാർ സ്വിംഗ് ലോ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് പഠിച്ചാൽ കംപ്ലീറ്റ് ക്ലിയർ ആവും. അതുപോലെ തന്നെ ഈ ഒരു 3 ബാർ സ്വിംഗ് ഹൈ അല്ലെങ്കിൽ സ്വിംഗ് ഹൈ എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് ആക്ച്വലി ലിക്വിഡിറ്റി കോൺസെപ്റ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇടക്കിടക്ക് പറഞ്ഞ വേർഡാണ് ലിക്വിഡിറ്റി എന്നുള്ളത്. അപ്പോൾ അതിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ വെക്കാൻ പോവാണ് ഈ ഒരു കോൺസെപ്റ്റിലൂടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലിക്വിഡിറ്റി വരും എപ്പിസോഡ്സ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ആവും. നെക്സ്റ്റ് എപ്പിസോഡ് FEGനെ പറ്റിയിട്ടാണ്. സോ അതോടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആവും എന്താണ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലിക്വിഡിറ്റിന്റെ ഇമ്പോർട്ടൻസ് ഇൻ മാർക്കറ്റിംഗ് കംപ്ലീറ്റ്ലി ക്ലിയർ ആവും. സോ നമുക്ക് ഒട്ടും വഴിക്കണ്ട, നേരെ ചാർട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 3 ബാർ സ്വിംഗ് ഹൈനെ പറ്റി പഠിക്കാം. അതിൻ്റെ മുന്നായിട്ട് ഇനി മുതൽ 3 ബാർ സ്വിംഗ് ഹൈ എന്ന് പറയില്ല, അല്ലെങ്കിൽ 3 ബാർ സിംഗ് ലോ എന്നും പറയില്ല, ജസ്റ്റ് സ്വിംഗ് ഹൈ ആൻഡ് സിംഗ് ലോ ആ ലെവലിലേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുക. അതിൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബാർ സ്വിംഗ് ഹൈ ആണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നമുക്ക് 3 ബാർ സ്വിംഗ് ഹൈ നോക്കാം. മാർക്കറ്റിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഞാൻ വരച്ചത് ഒരു സ്റ്റാൻഡേർഡ് 3 ബാർ സ്വിംഗ് ഹൈൻ്റെ എക്സാമ്പിളാണ്, അല്ലെങ്കിൽ സ്വിംഗ് ഹൈൻ്റെ എക്സാമ്പിളാണ്. നമ്മൾ നോക്കുമ്പോൾ 3 ക്യാൻഡിൽസ് ഉണ്ട് അല്ലേ. ആൻഡ് ഈ ഒരു 3 ക്യാൻഡിൽസിൻ്റെ നടുവത്തെ ക്യാൻഡിൽ എപ്പോഴും ബുള്ളിഷ് ആവുന്നതാണ് നല്ലത് ഇൻ 3 ബാർ സ്വിംഗ് ഹൈയിൽ അല്ലെങ്കിൽ സ്വിംഗ് ഹൈയിൽ. ആൻഡ് ലെഫ്റ്റിലെയും റൈറ്റിലെയും ക്യാൻഡിൽസ് ഏതായാലും ഒരു പ്രശ്നമല്ല. മേ ബി ബെയറിഷ് ആകാം, ബുള്ളിഷ് ആകാം, ഒരു പ്രശ്നമല്ല. പക്ഷെ നടുവത്തെ ക്യാൻഡിൽ എപ്പോഴും ബുള്ളിഷ് ക്യാൻഡിൽ ആവുന്നതാണ് നല്ലത് ഇൻ സ്വിംഗ് ഹൈ. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ കോൺസെപ്റ്റ് പ്രകാരം ഈ നടുവത്തെ ക്യാൻഡിലിൻ്റെ വിക്ക് ബാക്കി 2 ക്യാൻഡിലിൻ്റെ വിക്കിനേക്കാളും എപ്പോഴും ടോപ്പിലായിരിക്കണം, അല്ലെങ്കിൽ ബാക്കി 2 ക്യാൻഡിൽസിൻ്റെ വിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ വിക്കിനേക്കാളും മേലായിരിക്കണം നമ്മൾ നടുവത്തെ ക്യാൻഡിൽ. ആൻഡ് അങ്ങനെ ആയിരുന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ ആയെങ്കിൽ നമ്മളെ ആ ഒരു വിക്കിൻ്റെ മേലെ ലിക്വിഡിറ്റി ഉണ്ടാവുന്നതാണ്. ആ ഒരു വിക്കിൻ്റെ മേലെ ലിക്വിഡിറ്റി ഉണ്ടാവുന്നതാണ്. ആൻഡ് ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാർക്കറ്റ് അത് ഹണ്ട് ചെയ്തിട്ട് മാർക്കറ്റ് അടിയിലോട്ട് പോകും. ഓക്കെ, ലിക്വിഡിറ്റിനെ എടുത്തിട്ട് മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകും. സോ ഇതാണ് 3 ബാർ സിംഗ് ഹൈ അല്ലെങ്കിൽ ജസ്റ്റ് സിംഗ് ഹൈ. ആൻഡ് ഇനി സിംഗ് ലോ നോക്കുമ്പോൾ സെയിം ആസ് ദാറ്റ് നമ്മൾ 3 ക്യാൻഡിൽസ് കൺസിഡർ ചെയ്യുക. ആൻഡ് ഇതിലെ ലെഫ്റ്റിലെയും റൈറ്റിലെയും ക്യാൻഡിലിൻ്റെ ബുള്ളിഷോ ബെയറിഷോ നമുക്കൊരു പ്രശ്നമല്ല. പക്ഷെ നടുവത്തെ ക്യാൻഡിൽ എപ്പോഴും ബെയറിഷ് ആവണതാണ് നല്ലത് ഇൻ സിംഗ് ലോ. ആൻഡ് ഈ ഒരു നടുവത്തെ ക്യാൻഡിൻ്റെ വിക്ക് എപ്പോഴും ബാക്കി 2 ക്യാൻഡിൽസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അടിയിലായിരിക്കണം. അങ്ങനെ ആയിരുന്നാൽ ആ ഒരു ക്യാൻഡിലിൻ്റെ വിക്കിൻ്റെ അടിയിൽ ലിക്വിഡിറ്റി ഉണ്ടാവും. ആൻഡ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ടുള്ള ബുള്ളിഷിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. സോ ലിറ്ററലി ഇതാണ് നമ്മളെ സിംഗ് ലോ ആൻഡ് സിംഗ് ഹൈ. ആ ഒരു പർട്ടിക്കുലർ സ്പേസിൽ ലിക്വിഡിറ്റി ഉണ്ടാവും. ആൻഡ് ആ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകും. നമ്മളെ സിംഗ് ഹൈയിലാണെങ്കിൽ മാർക്കറ്റിന് ലിക്വിഡിറ്റി മേലായിരിക്കും ഉണ്ടാവുക, ആൻഡ് അതെടുത്തിട്ട് അടിയിലോട്ട് പോകും. ആൻഡ് സിംഗ് ലോയിലാണെങ്കിൽ മാർക്കറ്റ് അടിയിലാവും ലിക്വിഡിറ്റി ഉണ്ടാവുക, അതെടുത്തിട്ട് മേലോട്ടും പോകും. സോ ഇതാണ് ആക്ച്വൽ കൺസെപ്റ്റ്. ഇനി ഇതിൻ്റെ ഒപ്പം എക്സ്ട്രാ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഈ ഒരു സിംഗ് ഹൈൻ്റെ മേലെ ലിക്വിഡിറ്റി ഉണ്ടാവണം യാതൊരു നിർബന്ധമില്ല. ഓക്കെ, മേ ബി ഇതിൻ്റെ മേലുള്ള FEGയിലാകാം, ഈ ഒരു സിംഗ് ഹൈൻ്റെ മേലുള്ള FEGയിലാകാം, POയിലാകാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള സിംഗ് ഹൈ വേറെ ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു ഹൈയിൽ ലിക്വിഡിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താവും, നേരെ മേലോട്ട് പോയിട്ട് ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കാൻ പോകും. അത് മേ ബി ലിക്വിഡിറ്റി കാരണമാകാം, അല്ലെങ്കിൽ മേ ബി എന്തെങ്കിലും ഫണ്ടമെൻ്റൽ ന്യൂസ് കാരണം, ഇമ്പാക്റ്റ് കാരണം മാർക്കറ്റ് ഈ ലിക്വിഡിറ്റിനെ ബ്രേക്ക് ചെയ്ത് പോകുന്നത് കൊണ്ടാകാം. ഓക്കെ അല്ലേ. അങ്ങനെ മാർക്കറ്റ് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളെന്താക്കും, ഈ ഒരു സ്ട്രക്ചറിനെ BOS എന്ന് വിളിക്കും, അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് വിളിക്കും. അതുപോലെ തന്നെ നമ്മൾ സിംഗ് ലോൻ്റെ കേസിലും മാർക്കറ്റിൽ ഇവിടെ ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ എന്താവും, മാർക്കറ്റ് മേ ബി വേറെ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റിന് മേലോട്ട് പോകാനുള്ള പ്ലാൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ടമെൻ്റൽ ന്യൂസ് കാരണം അതിനെ ബ്രേക്ക് ചെയ്ത് പോകുന്നതായിരിക്കും. അങ്ങനെ എന്തായാലും ബ്രേക്ക് ചെയ്ത് പോകാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ട്രക്ചറിനെ BOS എന്ന് വിളിക്കും. ബേസിക്കലി നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഈ ചാർട്ടിൽ ചെയ്യുന്ന എല്ലാ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസാണ്. ഞാൻ പറഞ്ഞു ഫോറക്സ് ഫാക്ടറിയിൽ പോയിട്ട് ആക്ച്വലി നമ്മൾ ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അത് ഫണ്ടമെൻ്റൽ അനാലിസിസ്. പക്ഷേ ചാർട്ടിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ടെക്നിക്കൽ അനാലിസിൻ്റെ ബേസിലാണ് വരിക. ആൻഡ് ഈ ടെക്നിക്കൽ അനാലിസിൻ്റെ ബേസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ലിക്വിഡിറ്റി ബേസ്ഡാണ്. അപ്പോൾ ഈ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ബേസിക്കലി മൂവ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി കോൺസെപ്റ്റ് പഠിച്ചു, 3 ബാർ സ്വിംഗ് ഹൈ ആൻഡ് 3 ബാർ സ്വിംഗ് ലോ. അപ്പോൾ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ബേസിക്കലി മൂവ് ചെയ്യണത്. അപ്പോൾ ഒരു സ്വിംഗ് ലോൻ്റെ അടിയിൽ ലിക്വിഡിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള വേറെ ലിക്വിഡ് എടുക്കാൻ മാർക്കറ്റ് പോകുന്നത് ആയിരിക്കാം. അത് മേ ബി സ്വിംഗ് ലോ ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല എഫ് ഇ ജിയോ കാര്യങ്ങളോ എന്തെങ്കിലും ആകാം. ആൻഡ് ഈ FEG-POI അടുത്ത ലിക്വിഡിറ്റി കോൺസെപ്റ്റ് നമ്മൾ വരും സീരീസിൽ പഠിക്കും. സോ അതിനെപ്പറ്റി നിങ്ങൾ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇപ്പം നിങ്ങൾക്ക് 3 ബാർ സ്വിംഗ് ഹൈ എന്താണ് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ബേസിക് എക്സാമ്പിളിലോട്ട് പോവാം, നമുക്ക് ഒട്ടും വൈകിക്കണ്ട. നമ്മൾ എൻട്രീസിലോട്ട് വരുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് നമുക്കൊരു ഫസ്റ്റ് ലിക്വിഡിറ്റി സ്വീപ്പിന്റെ എക്സാമ്പിൾ നോക്കാം. അത് 3 ബാർ സ്വിംഗ് ഹൈന്റെ. ഇവിടെ കണ്ടോ, മാർക്കറ്റ് ഒരു ഹൈ എടുത്തിട്ട് നേരടിയിലോട്ട് പോയത്. ഞാൻ പറഞ്ഞു നമുക്ക് എക്സസ് മാർക്ക് ചെയ്യുക ലിക്വിഡിറ്റി സ്വീപ്പിന്. അപ്പോൾ ഇവിടെ കണ്ടോ, ആ ഒരു ഹൈന്റെ മേലെ എന്തുണ്ട് നമ്മൾ പഠിച്ച ലിക്വിഡിറ്റി ഉണ്ട്. ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകും. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വേറെ എക്സാമ്പിൾസ് നോക്കാം. അതിൻ്റെ വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്കൊരു 3 ബാർ സ്വിംഗ് ലോ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ലോ എടുത്തിട്ട് നമ്മൾ എന്താ പഠിച്ചത്, മാർക്കറ്റ് മേലോട്ട് പോകും, കാരണം അവിടെ ലിക്വിഡിറ്റി ഉണ്ടാവും. സോ ഇപ്പം നമ്മളുടെ ഒരു 3 ബാർ സ്വിംഗ് ഹൈൻ്റെയും 3 ബാർ സ്വിംഗ് ലോയിൻ്റെയും എക്സാമ്പിൾ കണ്ട്. ആൻഡ് ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ നമുക്ക് ആക്ച്വലി ഇവിടെ കണ്ടോ, ഈ ഒരു ഹൈ എടുത്തിട്ട് മാർക്കറ്റ് മേലോട്ട്, ഈ ഹൈ എടുക്കാൻ വേണ്ടി മാർക്കറ്റ് മേലോട്ട് പോയിട്ട് പിന്നെ അടിയിലോട്ട് പോകുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ബോഡീസ് ഇവിടെ മേലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതും ആക്ച്വലി ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ആണ്. നമുക്ക് ഇതും ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ആയിട്ട് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് MSS എന്നുള്ള കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അടിയിലോട്ട് വന്നുകൊണ്ട് ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ആണ്. പക്ഷേ നിങ്ങളൊരു എൻട്രി ബേസിൽ നിങ്ങൾ മാർക്കറ്റിൽ 1 ഹവർ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ടൈം ഫ്രെയിമിൽ നിങ്ങൾ മാർക്കറ്റിൽ നോക്കിയിട്ട് നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിലായിട്ട് നിങ്ങൾ എൻട്രി എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനത്തെ സ്വീപ്പ് പറ്റൂല. എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള വിക്ക് ലിക്വിഡിറ്റി എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ മേലോട്ട് പോകുന്നത്, മീൻസ് ലിറ്ററലി ആ വന്ന ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ മേലോട്ട് പോകുന്ന ലിക്വിഡിറ്റി അല്ലെങ്കിൽ എൻട്രീസ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ വരുന്ന സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇവിടെയും സെയിം, നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു വിക്ക് കൊണ്ടാണ് ലിക്വിഡിറ്റി എടുത്തിട്ട് അടിയിലോട്ട് പോയത്. സോ സിംപ്ലി നമുക്ക് ഇങ്ങനത്തെ ലിക്വിഡിറ്റി സ്വീപ്സ് ഉണ്ട്, പക്ഷേ നമ്മൾ എൻട്രി ബേസിൽ നോക്കുമ്പോൾ നമ്മളിത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഭാഗമാണ്. ഇത് മേ ബി കുറച്ച് കൺഫ്യൂഷൻ വരും തുടക്കത്തിൽ, ബട്ട് നിങ്ങൾ വീണ്ടും ബാക്ക് ടെസ്റ്റ് ചെയ്താൽ ക്ലിയർ ആവുന്നതേ ഉള്ളൂ. ആൻഡ് ഇവിടെ നമുക്ക് വേറെയും സ്വീപ്സ് കാണാം. ഇവിടെ കണ്ടോ, മാർക്കറ്റ് ഈ ഒരു ലോ എടുത്തിട്ട് നേരെ മേലോട്ട് പോണത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേറെയും എക്സാമ്പിൾസ് കാണാം. നമ്മൾ ആ ഒരു BOSന്റെ എക്സാമ്പിൾസ് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇതൊരു BOS ആണ്. മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത്, അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റിന് സഫീഷ്യൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. സോ മാർക്കറ്റ് എന്തൊക്കെ മേലോട്ട് പോയിട്ട് വേറെ ഹൈ ഫോം ചെയ്ത്, ആൻഡ് ആ ഒരു ഹൈ പ്രോപ്പർ സ്വീപ്പ് അല്ലെങ്കിൽ പോലും പിന്നീട് മാർക്കറ്റിൽ ഒരു പെർഫെക്റ്റ് സ്വീപ്പായിട്ട് മാറി. ആൻഡ് അതിനോട് MS കാര്യങ്ങൾ വന്ന്, MS നമ്മൾ വരും സീരീസിൽ പഠിക്കും. ആ ഒരു MS വന്നുകൊണ്ട് ഇവിടെ നമുക്ക് ഇതൊരു സ്വീപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ സിംപ്ലി നമുക്ക് ആ ഒരു BOSന്റെ എക്സാമ്പിൾ നമ്മളൊന്ന് കണ്ട് ഇനി നമുക്കൊരു ബെയറിഷ് BOSന്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ആക്ച്വലി നമുക്ക് വേറെ മൾട്ടിപ്പിൾ സ്വീപ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, മാർക്കറ്റ് ഒരു BOS തന്നു കഴിഞ്ഞാൽ അതിന് കാരണം ഉണ്ടാകും. ഒരു കാരണം അല്ലാതെ ഒരിക്കലും മാർക്കറ്റ് BOS തരൂല, അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാതെ പോകില്ല. അവിടെ ഒരു BOS ഉണ്ട് അല്ലേ. നമുക്ക് ആക്ച്വലി POI എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ ഒരു POI എടുത്തിട്ടാണ് മാർക്കറ്റ് മേലോട്ട് പോയിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിന് ഈ ഒരു സഫീഷ്യൻ്റ് ആയിട്ട് ലിക്വിഡിറ്റി പോരാ, മാർക്കറ്റിന് മോർ ലിക്വിഡിറ്റീസ് വേണം. അപ്പോൾ ആ ലിക്വിഡിറ്റിന് വേണ്ടി മാർക്കറ്റ് താഴോട്ട് പോയി. നമുക്കൊന്ന് ഇവിടെ നോക്കുമ്പോൾ കാണാനും പറ്റും, ഇവിടെ നമുക്കൊരു 3 ബാർ സ്വിംഗ് ലോയും ഉണ്ട്. ആ 3 ബാർ സ്വിംഗ് ലോയിനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് മേലോട്ട് പോയി. സോ ഇതോടുകൂടി നമ്മൾ ഈ ഒരു പാർട്ട് കഴിയാണ്. നമ്മൾ 3 ബാർ സ്വിംഗ് ഹൈ ആൻഡ് 3 ബാർ സ്വിംഗ് ലോ നമ്മൾ പഠിച്ചു കഴിയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഈ ഒരു കോൺസെപ്റ്റ് മാക്സിമം ബാക്ക് ടെസ്റ്റ് ചെയ്യുക. നിലവിൽ നിങ്ങൾ 1 ഹവറിൽ ചെയ്യാനാണ് നല്ലത്. നമ്മൾ കൂടുതൽ കോൺസെപ്റ്റ്സ് പഠിക്കുമ്പോൾ ഞാൻ ആ കോൺസെപ്റ്റ്സ് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യാറ് നമ്മളെ ഇന്റർമീഡിയറ്റിലുള്ള 1 ഹവറിലും 4 ഹവറിലൊക്കെയാണ് യൂസ് ചെയ്യാറ്. പക്ഷെ നമുക്ക് ഡെയിലിയിലും അതുപോലെ തന്നെ 5 മിനിറ്റിലൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ട്. ആൻഡ് നിങ്ങൾ
ഇങ്ങനത്തെ ലിക്വിഡിറ്റി സ്വീപ്സ് കാണാൻ നിങ്ങൾ ഇടണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആക്ച്വലി ഇങ്ങനത്തെ ലിക്വിഡിറ്റി സ്വീപ്സ് ഉണ്ട്, അത് കൺഫേം ചെയ്യണേ നമുക്ക് MSS ബ്രേക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പഠിക്കണം. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ എപ്പിസോഡ്സ്. ആൾസോ നിങ്ങൾ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, എന്നാലും നെക്സ്റ്റ് എപ്പിസോഡ് പ്രോപ്പർ ടൈമിൽ കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.